പുട്ടിനും ട്രംപുമായിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഉണ്ടായി. മീറ്റിംഗ് എന്ന് വെച്ചാൽ ഫോൺ കോളിലൂടെ ഒരു സംസാരം. അപ്പൊ അതിന്റെ ഒരു അമേരിക്കയും റഷ്യയും തമ്മിൽ വീണ്ടും ഒരു സംസാരം വരുന്നു. അതിന്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും? ഇതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാന മോട്ടിവേഷൻ അവർക്ക് ഈ സംസാരത്തിന്റെ പിന്നിലുള്ളത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റിയായിരുന്നു ചർച്ച നടക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയും. നല്ല രീതിയിൽ ആരംഭം നന്നായി കഴിഞ്ഞാൽ പകുതി ജോലിയായി എന്നുള്ളതാണ്. ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ വെൽ ബിഗൺ അല്ല, അതേപോലെ ഹാഫ് ഡൺ അല്ല, ഹാഫ് അൺഡൺ ആണ്. അതായത് ഇവരുടെ ഈ പരിശ്രമം പകുതി ഓൾറെഡി പാഴായി എന്ന് പറയാം. ഒരു കാര്യത്തിനും ഒരു പ്രോഗ്രസ് ഇല്ലാത്ത കണ്ടീഷനാണ്. അപ്പോൾ അല്ലെങ്കിലും ട്രംപും പുടിനും തമ്മിൽ ചർച്ച ചെയ്തിട്ടൊരു സൊല്യൂഷനിലെത്തുകയോ അല്ലെങ്കിൽ ഡിസിഷനിലെത്തുകയോ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും എക്സ്ട്രീം ക്യാരക്ടേഴ്സാണ്. ട്രംപിനാണെങ്കിൽ ഭയങ്കര പിടിവാശിയൊക്കെ ഉള്ള ആളാണ് ട്രംപ്, പിന്നെ ശക്തനുമാണ്. അപ്പം അതേപോലെ പുടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ഒരു തെമ്മാടി പോലെ, ഇൻ്റർനാഷണൽ ഒരു വില്ലൻ പോലെ കുറേ കാലമായിട്ട് പലരും അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. ഓ തൊട്ടടുത്തുള്ളൊരു രാജ്യമുണ്ട്, ആ രാജ്യം അങ്ങോട്ട് വേറെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ബോംബിടുകയൊന്നും ചെയ്തിട്ടില്ല, വെറുതെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു യുക്രൈനിൽ. അപ്പം അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു തെമ്മാടി എന്നുള്ള രീതിയിൽ പെരുമാറാൻ മടിയില്ലാത്ത ആളാണ്. അപ്പം അങ്ങനെയുള്ള രണ്ടുപേര് തമ്മിൽ സംസാരിച്ചിട്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകൽ അത്ര പ്രാവർത്തികമായ കാര്യമല്ല. നമ്മളെല്ലാവരും വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാത്തിരുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ തുടക്കം തൊട്ട് അത് ഒരു പാഴ്വേല പോലെയാണ്. പുടിനിത് ശരിക്കും ഉഴപ്പായിരുന്നു എന്ന് പറയാം. അതായത് അദ്ദേഹത്തിനോട് സൗകര്യമുള്ളൊരു ഡേറ്റ് പറയാൻ ആദ്യം പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ ഡേറ്റ് മാർച്ച് 18. ഈ മാർച്ച് 18 എന്ന് പറയുന്ന ഡേറ്റ് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. അതായത് ഈ റഷ്യയുടെ ആക്രമണം തുടങ്ങിയത് ഒരു മാർച്ച് 18-നാണ്. ആ മാർച്ച് 18-ന് ഏകദേശം 11 കൊല്ലം മുമ്പ് മാർച്ച് 18-നാണ് റഷ്യ ആദ്യം ഈ യുക്രൈനെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ യുക്രൈൻ്റെ കയ്യിലുള്ള ക്രൈമിയ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുത്തത് ഒരു മാർച്ച് 18-നാണ്. അപ്പോൾ ഈ മാർച്ച് 18-ൽ എന്തെങ്കിലും ഒരു ചർച്ച നടക്കാന്ന് പറഞ്ഞാൽ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. കാര്യം ട്രംപും പുടിനും തമ്മിലാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് ശരി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപ് ഇദ്ദേഹവുമായിട്ട് പുടിനായിട്ട് സംസാരിക്കാനായിട്ട് കാത്തിരുന്നിട്ട് ഒരു മണിക്കൂർ പറഞ്ഞ സമയം വിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പുടിൻ ഇതിന് സംസാരിക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ഇല്ലാതെ പോയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിലെ ബിസിനസ്സുകാരായിട്ട് സംസാരിക്കായിരുന്നു. റഷ്യൻ ബിസിനസ്സുകാരായിട്ട് ട്രംപിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ സമയത്ത് റഷ്യൻ ബിസിനസ്സുകാരായിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിക്കുന്നത് വേറെ ആരുമല്ല, ദി പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അല്ലാതെ ഏതെങ്കിലും പിയൂണോ ചപ്രാസിയൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരാളെ കാത്തിരിക്കാൻ നിർബന്ധിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ മോശമാണ്. സാധാരണ നമ്മളൊരു ഗുഡ് മാനേഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളോടോ സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഡോണ്ട് കീപ്പ് അതേഴ്സ് വെയിറ്റിംഗ് എന്ന് പറയും. നമുക്ക് വേണ്ടിയിട്ട് വേറൊരാൾ കാത്തിരിക്കുന്നത് അതൊരു ഡീസൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ഗുഡ് മാനേഴ്സിൽ പെടുന്ന കാര്യമല്ല എന്ന് പറയും. പക്ഷേ പുടിൻ ചെയ്തത് തികച്ചും 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു ട്രംപിന് ഇദ്ദേഹമായിട്ട് സംസാരിക്കാനായിട്ട്. അത് ഒരിക്കലും ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസിലോ ഡിപ്ലോമസിയിലോ അങ്ങനെ ഒരു സംഭവം വേറെ കാണാൻ കഴിയില്ല. അത് തന്നെയല്ലേ കാത്തിരിക്കേണ്ടി വരുന്ന ആൾ അമേരിക്കൻ പ്രസിഡൻ്റാണ് എന്നുള്ളതും ഓർക്കണം. പിന്നെ ഈ പറഞ്ഞ ആവശ്യങ്ങൾ പലതും പറഞ്ഞു, പക്ഷേ അതിൽ റഷ്യ പ്രത്യേകിച്ച് അല്ലെങ്കിൽ പുടിൻ പ്രത്യേകിച്ച് ഒരു ഉറപ്പൊന്നും കൊടുക്കുന്നില്ല. അദ്ദേഹം ആകെ പറയുന്നത് പരിഗണിക്കാമെന്ന് മാത്രമാണ്. ആ പരിഗണിക്കാമെന്ന് പറയുന്നത് തന്നെ ചുരുക്കം കാര്യങ്ങളൊക്കെ അദ്ദേഹം പരിഗണിക്കാൻ പോലും തയ്യാറുള്ളൂ. അംഗീകരിക്കാനോ സമ്മതിക്കാനോ അല്ല, പരിഗണിക്കാൻ പോലും തയ്യാറുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ പുടിൻ മറ്റു പലരോടും പല കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി. ഈ യുക്രൈൻ അതിലൊരു കാര്യം നാറ്റോയിൽ അംഗത്വത്തിന് ശ്രമിക്കരുത്. പിന്നെ വേറൊരു കാര്യം ഭൂമി പിടിച്ചെടുത്തതിൽ യാതൊരു അവകാശവും പറഞ്ഞ് ഇനി വരാൻ പാടില്ല. ക്രൈമിയ തൊട്ട് ബാക്കി പല സ്ഥലങ്ങളും പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ യാതൊരു അവകാശവാദവും പറഞ്ഞിട്ട് വരാൻ പാടില്ല. പിന്നെ സേനാബലം കൂട്ടാൻ പാടില്ല. പിന്നെ റഷ്യക്കെതിരെയുള്ള സാങ്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റിക്കൊള്ളണം. പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഉടനെ തന്നെ ഇലക്ഷൻ നടത്തിക്കൊള്ളണം യുക്രൈനിൽ ഇത് കഴിഞ്ഞിട്ട്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അത്ര പ്രാവർത്തികമായിട്ട് നടപ്പാവുന്ന കേസൊന്നുമല്ല. അടുത്തുള്ള രാജ്യത്ത് എന്നാ ഇലക്ഷൻ നടക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. മറ്റുള്ളവർ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ.
പിന്നെ ഈ ചർച്ചയുടെ ഇടയിൽ എന്തെങ്കിലും നല്ലൊരു പ്രഖ്യാപനം നടത്താനോ നല്ലൊരു അഷുറൻസ് കൊടുക്കാനൊന്നും ഈ പുടിൻ തയ്യാറായില്ല. അദ്ദേഹം സംസാരിച്ചത് ഈ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പലതും സംസാരിച്ചു. അതിലൊന്ന് മിഡിൽ ഈസ്റ്റാണ്. ഇപ്പോൾ യുക്രൈനിലെ യുദ്ധം പരിഹരിക്കാൻ ചെന്നിട്ട് മിഡിൽ ഈസ്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അജണ്ടയിൽ ഇല്ലാത്തൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഉഴപ്പലാണ്. പിന്നെ വേറെ ഒരു കാര്യം, ഒരുപക്ഷെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അറ്റ്മോസ്ഫിയർ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം അമേരിക്കൻ ടീമിനെ ഐസ് ഹോക്കി കളിക്കാനായിട്ട് വിളിച്ചു. അപ്പം അമേരിക്കയ്ക്ക് ഐസ് ഹോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറത്ത് പറയില്ലേ, കാട്ടുകോഴിക്കെന്ത് സംക്രാന്തി എന്നോ സംക്രാന്തി എന്നോ ഏതാണ്ടൊക്കെ പറയും. അപ്പം അതേപോലെ ഈ അമേരിക്കയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡല്ല ഐസ് ഹോക്കി. അറ്റ്മോസ്ഫിയർ ഒന്ന് റിലാക്സ് ചെയ്യാനാണ്, ഒന്ന് ഈസ് ചെയ്യാനായിട്ടാണെങ്കിൽ വേണമെങ്കിൽ ബാസ്കറ്റ് കാര്യം പറയാം. കാരണം അമേരിക്കയ്ക്ക് വേറെ ലോകത്തിലാരും ഇല്ല മാച്ച് ബാസ്കറ്റ് ബോളിൽ. അതിന് വേറെ ഈ ഐസ് ഹോക്കി എന്നൊക്കെ പറയുന്നത് തനി ഉഴപ്പലാണ്. പിന്നെ അതായത് ഈ പുട്ടിന് വെസ്റ്റേൺ കൺട്രീസൊക്കെ കൂടി ഒരു ആഗോള വില്ലൻ എന്നുള്ള ഒരു ലെവലിലേക്ക് പരിവേഷം കൊടുത്തിരുന്നു. അപ്പോൾ അതിനൊക്കെ പകരം ചോദിക്കാൻ വേണ്ടിയും ഒന്ന് ഇൻസൾട്ട് ചെയ്യാനോ ഹ്യൂമിലേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് സംശയം തോന്നിപ്പോകും. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം 30 ദിവസത്തേക്ക് എഗ്രിമെൻറ്റോ ട്രൂസോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ ആകെ ഉറപ്പ് പറയാൻ കഴിയുന്ന കാര്യം ഈ എനർജി ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊഡക്ഷൻ, അതിൻ്റെ യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്, അതിലൊന്നിലും ആക്രമണം നടത്തില്ല എന്ന് ഉള്ള കാര്യം മാത്രമേ ഇപ്പോൾ ഉറപ്പ് പറഞ്ഞിട്ടുള്ളൂ. വേറെ പ്രാക്ടിക്കലി ഉറപ്പൊന്നുമില്ല, അഷുറൻസ് എന്നുള്ള രീതിയിൽ പറയാനൊന്നുമില്ല, വെറുതെ ഒരു തരം ഉഴപ്പിലായിരുന്നു. പിന്നെ അതിന് തന്നെ ഇദ്ദേഹം വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ട്രൂസ് അല്ലെങ്കിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം തന്നെ ഉറപ്പാക്കേണ്ടത് വെപ്പൺ സപ്ലൈ യുക്രൈനുള്ളത് നിർത്തിവെക്കണം. യാതൊരു വിധത്തിലുള്ള ആയുധങ്ങളും വെസ്റ്റേൺ കൺട്രീസ് ആരും കൊടുക്കരുത്. പിന്നെ ഇൻ്റലിജൻസ് ഷെയറിങ്, ഈ ഇൻ്റലിജൻസ് ഷെയറിങ് പലപ്പോഴും അമേരിക്കയും മറ്റ് വെസ്റ്റേൺ കൺട്രീസൊക്കെയാണ് യുക്രൈന് കൊടുത്തിരുന്നത്. ഇനി അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇൻ്റലിജൻസ് ഷെയറിങ്ങും പാടില്ല. ഈ ട്രൂസ് അല്ലെങ്കിൽ സീസ് ഫയർ എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സിലിരിക്കുമ്പോൾ ഈ കാര്യം പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ പുടിൻ ഇതിനെ കാണുന്നുണ്ടെന്ന് തോന്നണില്ല. ഇപ്പം ട്രംപ് നേരത്തെ വേറെ ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞായിരുന്നു. റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേർസ്ക് എന്ന് പറയുന്ന റീജിയണിൽ യുക്രൈൻ്റെ പട്ടാളക്കാർ വളഞ്ഞ് വെച്ചിരിക്കുകയാണ് റഷ്യൻ സൈന്യം. അവരെ അങ്ങനെ വെറുതെ കൊല്ലരുത് എന്നും പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് പോലെ നടത്തിയിരുന്നു. അതിനൊന്നും പുടിൻ വലിയ വില കൊടുക്കുന്നില്ല. അപ്പോൾ പുടിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ട് ഒന്നും ഇപ്പോൾ വേണ്ട, വെസ്റ്റേൺ കൺട്രീസിൻ്റെ സപ്പോർട്ട് വേണ്ട, പിന്നെ യുക്രൈൻ്റെ മഹാമനസ്കതയൊന്നും ഇങ്ങോട്ട് വേണ്ട, ഞങ്ങൾ പിടിച്ചെടുത്ത് കാര്യങ്ങൾ കിട്ടും, ഞങ്ങൾ പിടിച്ചെടുത്ത് കിട്ടും എന്നുള്ള രീതിയിലാണ് ഈ റഷ്യൻ്റെ അല്ലെങ്കിൽ പുടിൻ്റെ നിലപാട്. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ അങ്ങ് മുന്നോട്ട് പോകാൻ ഈ ചർച്ചയിൽ അധികം നമുക്കൊരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പുടിന് എന്താ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുകൊടുത്ത് അദ്ദേഹം ഉദ്ദേശിച്ചുകൊടുത്ത് കാര്യങ്ങൾ നടക്കണം. ട്രംപ് ഒരുപക്ഷെ നേരത്തെ വളരെ പ്രതീക്ഷ വെച്ചിരുന്നതാണ്. ഇങ്ങനെ ഞാൻ അധികാരത്തിൽ വന്ന ഉടനെ ഈ പ്രശ്നമൊക്കെ തീർക്കാം, പുടിനായിട്ട് അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട്. പക്ഷേ ചിലർ പറയില്ലേ, സ്വന്തം ബന്ധമൊക്കെ വേറെ കാര്യം എന്ന് പറയും, ബിസിനസിൻ്റെ കാര്യം പറയും എന്ന് പറഞ്ഞോണം. ഈ കാര്യത്തിൽ പുടിൻ്റെ കാഴ്ചപ്പാട് കാര്യമൊക്കെ കൊള്ളാം, നമ്മൾ സുഹൃത്തുക്കളൊക്കെയാണ്, സൗഹൃദമൊക്കെ അവിടെ കയ്യിൽ വെച്ചേക്ക്, ഞാൻ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ നടക്കണം, ഞാൻ പിടിച്ചുകൊടുത്ത് കാര്യങ്ങൾ നിൽക്കണം, അതിനപ്പുറം വേറെ ആരും എന്ത് പറഞ്ഞാലും എനിക്കത് ബാധകമല്ല, എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല, വെസ്റ്റേൺ കൺട്രീസിൻ്റെ ആവശ്യമില്ല, അമേരിക്കയുടെയും ആവശ്യമില്ല, യുക്രൈൻ്റെ ഒട്ടും ആവശ്യമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതേസമയം യുക്രൈൻ ഓഫ് കോഴ്സ് റഷ്യയുടെ ഭാഗമായിട്ടുള്ള ഉക്രൈൻ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും. ഒരു കാലത്ത് യുക്രൈൻ്റെ ഭാഗമായിരുന്നു, റഷ്യയുടെ ഭാഗമായിരുന്നു യുക്രൈൻ. ആ ഒരു ചിന്ത ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ടാവും. പിന്നെ അദ്ദേഹം പഴയ പ്രതാപകാലത്തെ സാർ ചക്രവർത്തിയുടെ കാലത്തെ പോലെ ഈ റഷ്യയിൽ നിന്നും വിഘടിച്ചു പോയ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു പോയ ആൾക്കാരെയൊക്കെ തിരിച്ചുകൊണ്ടെന്ന് റഷ്യയെ പഴയ പ്രതാപകാലത്തെ പോലെ ആക്കണം എന്ന ഐഡിയ അല്ലെങ്കിൽ മനസ്സിൽ ചിന്ത വെച്ച് നടക്കുന്ന ആളാണ് പുടിൻ. അതുകൊണ്ടാണ് പുടിൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പുഷ്പം പോലെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞതും ഒരു ഉഴപ്പൻ മെൻറ്റാലിറ്റിയിൽ കാര്യങ്ങൾ നീങ്ങിയതും അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ ടെലിഫോൺ കോൺവെർസേഷനിൽ ഒരു പ്രതീക്ഷയും അർപ്പിക്കാനില്ല. നമുക്ക് പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല. ഇനി കാത്തിരുന്ന് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം, അത്രേ ഉള്ളൂ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.